ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. നമ്മൾ കുറച്ച് കപ്പ വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ? അതിനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എല്ലാ സാധനങ്ങളുള്ള കപ്പ, തേങ്ങ ഇതിനാവശ്യമുള്ളതാണ്. പിന്നെ ഇത് ബീഫ്. ഈ ബീഫ് കറി വെച്ചിട്ട് നമുക്ക് ഈ കപ്പ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ തേങ്ങ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, ബീഫ് നമുക്ക് ആവശ്യമുണ്ട്, 1.5 കിലോ ബീഫുണ്ട്. ഈ കപ്പ ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അധികം സ്ഥലമൊന്നും വേണ്ട കപ്പ ഉണ്ടാവാൻ. ഒരു കപ്പ പറിച്ചപ്പോൾ കിട്ടിയതാണ് ഇത്. ഇങ്ങനത്തെ 2 എണ്ണം കൂടിയുണ്ട്, വലുത് കിട്ടി. നമ്മൾക്കൊരു ചെറിയ സ്ഥലം ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് കപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിനെ തോലൊടിച്ചെടുക്കാം. കുത്തിയിട്ട് ഞാൻ തോല് കഴിഞ്ഞിട്ട് കണ്ടോ, വേണ്ട, നമുക്ക് തോല് കളഞ്ഞിട്ടെടുക്കാം. എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. ഇങ്ങനത്തെ നടത്തിയാലും പോരുന്നുണ്ട് തോലൊക്കെ. കണ്ടോ, നമുക്കിതൊക്കെ തോല് ചെത്തി നല്ല ചെറിയ ചെറിയ പീസാക്കി എടുത്ത് ബീഫൊക്കെ കറി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ബീഫുണ്ട്, അത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്യണം. എന്നിട്ട് നമുക്കത് മസാലയൊക്കെ ചേർക്കാം. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതക്കിയെടുത്ത്. ഇത് ഈ ബീഫൊക്കെ വെക്കുമ്പോൾ നന്നായി ഇഞ്ചും വെളുത്തുള്ളി നന്നായി ചേർക്കണേ. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ. പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ്. അതുപോലെ തന്നെ മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. മഞ്ഞളിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ. ഉപ്പ് നമുക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇനി ഇത് നന്നായി ചേർത്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ. ഇനി ഇതൊക്കെ നന്നായി ചേർത്തെടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നന്നായി ചേർത്തെടുക്കുക. എന്നിട്ട് അടുപ്പത്തേക്ക് വെക്കാം. നമ്മൾ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കപ്പ വേവുന്നുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം പട്ട, കണ്ടോ, ബേ ലീഫ് ഉണ്ട്. പിന്നെ 2-3-4 കരാമ്പൂ, ഒരു 4-5 ഏലക്കായ. കുറച്ച് സവാള ചേർക്കാം. കുറച്ച് കറിവേപ്പില. ഈ സവാള മൂത്ത് വന്ന് നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം. സവാള മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഈ കുഴച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി കുഴച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി ചേർത്ത് കുഴച്ചെടുത്തതാണ്. നമുക്ക് ഇതിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇത് ഇതിൽ തന്നെ വെള്ളം വന്ന് വരുന്നത് കണ്ടോ. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. വേവട്ടെ കേട്ടോ. കപ്പയും വേവുന്നു. നമുക്ക് കപ്പ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തിൻ്റെ ആവശ്യമുണ്ട്. കണ്ടോ, ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മുരിഞ്ഞെടുക്കാം.
തേങ്ങാക്കൊത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കാം നമുക്ക്. നമ്മൾ തേങ്ങാക്കൊത്ത് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലൊക്കെ ഒരു നുള്ളി നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടുകൊണ്ട് കടുക് അതിൽ പൊട്ടിക്കോളും. ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചിയില്ല വെളുത്തുള്ളി മാത്രം. ഉണങ്ങിയ മുളക്, കറിവേപ്പില, കണ്ടോ, ഇതിൻ്റെയൊക്കെ പച്ചമണം പോയിക്കോട്ടെ. നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് വേഗം അതിൻ്റെ പച്ചമണം പോയിക്കോട്ടെ. നമുക്ക് ഇറച്ചിക്കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കപ്പ വേവിച്ചത് ഇട്ട് കൊടുക്കാം. കണ്ടോ, കുറച്ച് തേങ്ങാപ്പാലുണ്ട്, ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി കപ്പയും ബീഫും ഒക്കെ പാട് നമുക്ക് നന്നായി ഇറക്കി വെക്കാം. ഉടച്ച് വെച്ച കപ്പ ബിരിയാണി തയ്യാറാക്കിയിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കപ്പ ബിരിയാണി. അതൊന്നും ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ ഇതേമാതിരി കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ബീഫൊക്കെ വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇതിന് ഇനിയൊരു കറിയൊന്നും വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് കൂട്ടി കഴിക്കാം. നന്നായി ഉടച്ചെടുത്താൽ മതി. പിന്നെ വല്ലാതെ ഉടച്ചെടുക്കണ്ട, ഇങ്ങനെയൊക്കെ ഉടച്ചാൽ മതി. കണ്ടോ, തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നമ്മളെ കേരളത്തിൽ തീർച്ചയായിട്ടും കപ്പ എല്ലായിടത്തും ഉണ്ടാവും. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് കുറച്ച് തേങ്ങ വറുത്തതാണ്. ഇതൊക്കെ കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു മുളക് ചമ്മന്തി കിട്ടിയാൽ മതി. അപ്പോൾ ഒരുപാട് ടേസ്റ്റായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും. ഓക്കെ, ബൈ.